അപ്പം ഇന്നൊരു ശനിയാഴ്ചയാണ്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാടിൻ്റെ നടുക്ക്, അതായത് വീടിനടുത്തുനിന്ന് 3 കിലോമീറ്റർ മാറി കാടിനകത്ത് ഒരു ശനിദേവൻ്റെ അമ്പലമുണ്ട്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഈ കൊറോണ വന്നേ പിന്നെ അവിടുത്തെ പൂജയൊക്കെ മുടങ്ങിക്കിടക്കുകയാണ്. അവിടെ തുറക്കാറൊന്നുമില്ല, ആരും പോവാറില്ല. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് സംസാരിച്ച് പ്ലാൻ ചെയ്ത് പോവുകയാണ്. അപ്പം ഞാനും അവരുടെ ഒപ്പം പോയി. അപ്പോൾ വേണ്ട ഈ പോകുന്ന വഴിക്കുള്ള കള്ളിമുള്ളിൻ്റെ കാടാണ്. എങ്ങനെയുണ്ട് ഈ വഴിയെന്ന് വെച്ചാൽ പണ്ടേ ഉള്ള വഴിയാണ് ഇത്. ആടിനെ മേയ്ക്കാനും പശുവിനെ മേയ്ക്കാനും തുണി കഴുകാൻ അവിടെ ഒരു ആറ് പോലെയുണ്ട്. അവിടെ പോകുന്നതും ഒക്കെ ഈ വഴി കൂടെ ആയിരുന്നു. ഞാൻ ഈ നാട്ടിൽ വന്ന സമയത്തൊക്കെ ഇതിലേ കൂടെയൊക്കെ നടന്നു പോയി തുണി കഴുകാനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ലാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാണുന്ന മലയുടെ മുകളിലാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഇവർ പൂജയ്ക്കുള്ള സാധനം കൊണ്ട് പോവുകയാണെ. കുറച്ച് ആൾക്കാർ മുന്നേ പോയി, ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ പിറകെ. അപ്പം മുന്നേ പോയവർ നടന്ന വഴിച്ചാലാണ് ഇത് പുല്ലിൽ. അപ്പോൾ ഇത് പുല്ലല്ല, ഇതൊരു തരം മുള്ളാണ്. തുണിയിൽ പറ്റിയാൽ പിന്നെ പോകത്തില്ല. ഇത് പോകത്തില്ല എന്നല്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എടുത്ത് കളയാൻ. അപ്പം ആ വഴിച്ചാൽ നോക്കി നടക്കുവാണ്. അപ്പോൾ ഈ പുല്ല് ഇങ്ങനെ തുണിയിൽ പറ്റാതിരിക്കാൻ എന്താണ്ട് ഇവർ കണ്ടോ സാരിയൊക്കെ പൊക്കി പിടിച്ചാണ് പോകുന്നത്. ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ് പോയത്. അപ്പം ഞാൻ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടില്ലാത്ത കാരണം എനിക്ക് വലിയ ഇതില്ല. ഈ പുല്ലിൽ കൂടിയൊന്നും വന്നിട്ടില്ല. പണ്ടൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ഇത്രയും പുല്ലിൻ്റെ ശല്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു പാൻറ്റിലൊക്കെ പറ്റി പിടിച്ചാൽ പോകാൻ വലിയ പാടാണെന്ന്. ഞാൻ പറഞ്ഞു മുള്ളല്ലേ, ഞാനെടുത്ത് കളഞ്ഞോളാന്ന് പറഞ്ഞു. അത് പക്ഷേ ഭയങ്കര ഒരു പണിയായിപ്പോയി എനിക്ക്. അപ്പോൾ കുറേ ദൂരം പോയപ്പോൾ ദാണ്ട് മുളങ്കാട് കണ്ടേ. മുളങ്കാടുണ്ടെന്ന് വെച്ചാൽ ആനയൊന്നും ഇല്ല കേട്ടോ. മുളങ്കാടിൽ മുളം കൂമ്പ് തിന്നാനൊന്നും ഇവിടെ ആനയൊന്നും ഇല്ല. പിന്നെ കരടിയുണ്ട്, ഇഷ്ടംപോലെ കരടിയുണ്ട്. പിന്നെ ഫോറസ്റ്റുകാർ പറയും അങ്ങോട്ടാരും പോകരുത്, ചിരത്തെ വിട്ടിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ചിരത്തയൊന്നും വിട്ടിട്ടില്ല ഇവിടെ. വിറക് വെട്ടാൻ ആൾക്കാർ പോകും. പിന്നെ യൂക്കാലി ഇഷ്ടം പോലെ ഉണ്ട് ഒരു സൈഡിൽ. അപ്പോൾ അതൊക്കെ വെട്ടാൻ ആൾക്കാർ പോകുന്ന കാരണം അവരെ പേടിപ്പിക്കാൻ പറയുന്നതാണ്. അപ്പോൾ ഈ മുളങ്കാട് കണ്ടപ്പോഴേ ഞാൻ ഓർത്ത് തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാലും തോട്ടിക്കൊമ്പിന് ഒരെണ്ണം കൊണ്ടുപോകണമെന്ന് ഓർത്തിരിക്കുകയാണെ. ആടുണ്ട്, അപ്പോൾ ആടിന് പച്ചിലയൊക്കെ പറിക്കാൻ ഒരു തോട്ടി അത്യാവശ്യമാണല്ലോ. അപ്പോൾ തോട്ടിയുടെ വിലയൊക്കെ കേൾക്കുമ്പോൾ മേടിക്കാൻ തോന്നത്തില്ല. അപ്പോൾ അങ്ങനെ നടന്നു കണ്ട് അമ്പലത്തിൻ്റെ അടുത്തെത്തി. ഇതാണ് അമ്പലം, ഒരു കുഞ്ഞമ്പലമാണ്, പൂട്ടിക്കിടക്കുവാണ്. അതുകൊണ്ട് ഇത് അമ്പലക്കുളമെന്ന് പറയണോ ഒരു ഉറവയാണ്. ആ ഒരു മൂലയ്ക്ക്, ഇതിൻ്റെ മൂലയ്ക്ക് ഒരു ഉറവയുണ്ട് ഇതേണ്ട അങ്ങറ്റത്ത്. അപ്പോൾ ഇത് ഒരു കാലത്തും വേനലിലും വറ്റാറില്ല കേട്ടോ. അതിനകത്ത് വെള്ളം കാണും. അപ്പോൾ കാട്ടുമൃഗങ്ങൾക്കും ഇവിടെ വരുന്നവർക്കും എല്ലാം ഇതിൽ നിന്ന് അവർ വെള്ളം കുടിക്കുന്നത്. എല്ലാവരും ഇതിനകത്തുനിന്ന് കുടിക്കും. അപ്പോൾ ഏതായാലും ഇനി പൂജ തുടങ്ങാറായി. പൂവൊക്കെ വെച്ചു പൂജയ്ക്ക് ഇതണ്ട് ഇവർ പൂജയ്ക്ക് ഒരുക്കുവാണ്. അപ്പോൾ ഇവിടുത്തെ പൂജയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മഞ്ഞൾ, കുങ്കുമം, വെറ്റില, പാക്ക്, പഴം, പൂവ്, ഇത്രയില്ലാതെ ഒരു കാര്യങ്ങളും നടത്തത്തില്ല ഇവിടെ. പൂജയായാലും വീട്ടിലെന്തെങ്കിലും ഒരു വിളക്ക് വയ്ക്കുന്നതിന് തന്നെ ഇത്രയും സാധനങ്ങളില്ലാതെ വിളക്ക് വയ്ക്കാറില്ല പൂജാമുറിയിൽ. അപ്പോൾ അടയ്ക്കെന്ന് പറയുമ്പോൾ മുഴുവൻ അടയ്ക്കയല്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വയ്ക്കുന്ന പോലെ മുഴുവൻ അടയ്ക്കയല്ല വയ്ക്കുന്നത്. ഇത് വെന്ത അടയ്ക്കാണ്. അതായത് പാക്ക് മുറിച്ച് വേവിച്ചിട്ട് ഉണക്കിയെടുക്കുന്ന ചെറിയ ചെറിയ കഷ്ണമായിട്ടുള്ള വെന്ത അടയ്ക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും മുറുക്കാൻ ചവയ്ക്കാനായാലും പൂജയ്ക്കായാലും എന്തിനായാലും അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചുണ്ണാമ്പ് വയ്ക്കാറില്ല ഇലയിൽ. പൂജ കഴിയുമ്പോൾ എല്ലാവർക്കും മഞ്ഞളും കുങ്കുമവും കൊടുക്കുവേ. പക്ഷെ വിധവകൾക്ക് മഞ്ഞളെടുക്കാനുള്ള അവകാശമില്ല. അവർ കുങ്കുമം മാത്രമേ തൊടാറുള്ളൂ. അതിവിടെ അങ്ങനെയാണ് ഇപ്പോഴും. എല്ലാം കുറേയൊക്കെ നോക്കുമ്പോൾ പണ്ടത്തെ രീതിയിൽ നിന്ന് ഒരു കാല് പോലും മുന്നോട്ട് വച്ചിട്ടില്ല എന്നൊക്കെ തോന്നും നമുക്ക്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടുത്തെ രീതി ഇതാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിലെ പൂജ ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിന് പുറകത്തിൽ ഒരു താന്നിമരമുണ്ട്, അതിന് പൂജ ചെയ്യുവാണ്. പ്രതിഷ്ഠ അമ്പലത്തിനകത്താണെങ്കിലും ശനിദേവന്റെ വിശ്രമ സ്ഥലം താന്നിമരം എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പം അതിന് പൂജ ചെയ്യുന്നതാണ്. ದೇವಿಯ ಗರ್ಭದೆ ಜನಿಸಿದಂತ ಶನಿ ಮಹಾತ್ಮಗೆ ಮಂಗಳಾರತಿ ಬೆಳಗಿರಿ. ಜನಿಸಿದಂತ ಶನಿ ಮಹಾತ್ಮಗೆ ಮಂಗಳಾರತಿ ಬೆಳಗಿರಿ. ಏಳವಾಗ ಮಲಗುವಾಗ ಯಾರು ನನ್ನನ್ನು ನೆನೆವರು. ಏಳವಾಗ ಮಲಗುವಾಗ ಯಾರು ನನ್ನನ್ನು ನೆನೆವರು. ಚಾಯನಾಥ ಛಾಯ ದೇವಿಯ ಗರ್ಭದೆ ಜನಿಸಿದಂತ ಶನಿ ಮಹಾತ್ಮಗೆ ಮಂಗಳಾರತಿ ಬೆಳಗಿರಿ. ಛಾಯನಾಥ ಛಾಯ ದೇವಿಯ ಗರ್ಭದೆ ಸೂರ್ಯ ಪ್ರಕಾಶ ಛಾಯನಾಥ ಛಾಯ ದೇವಿಯ ಗರ್ಭದೆ
അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് പൂജയൊക്കെ കഴിഞ്ഞു പോയപ്പോൾ ഒന്നല്ല 3 തോട്ടക്കമ്പ് വെട്ടി. പക്ഷെ ഇത് കൊണ്ടെത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ കളഞ്ഞില്ല. തോട്ടക്കമ്പിൻ്റെ വില ഓർത്തപ്പോൾ കളയാനേ തോന്നിയില്ല. ഇതിൻ്റെ വീട്ടിലെത്തിയപ്പോൾ 8ൻ്റെ അല്ല 108ൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയുണ്ട്?